കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നതായി ഡി.കെ. ശിവകുമാർ. ആടുകളെയും പോത്തുകളെയും പന്നികളെയും ബലി നൽകി. പിന്നിൽ ആരാണെന്ന് തനിക്കറിയാമെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി.കെ. ശിവകുമാർ പറഞ്ഞു. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എപ്പോഴായിരുന്നു ഈ മൃഗബലി എന്നാണ് ഡി.കെ. ശിവകുമാർ പറയുന്നത്? പിന്നിൽ ആരാണ് എന്ന സൂചനയാണ് ഡി.കെ. ശിവകുമാറിന്റെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്? വേണു, രാഷ്ട്രീയ എതിരാളികൾ എന്ന തരത്തിലാണ് ഡി.കെ. ശിവകുമാർ ഇത് അവതരിപ്പിച്ചത്. അതായത് ഒരു ഗൗരവ സ്വഭാവമുള്ള ഒരു ആരോപണമാണ് ഡി.കെ. ശിവകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് കേരളത്തിൽ വെച്ച് മൃഗബലി നടന്നു. കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ, അസ്ഥിരപ്പെടുത്താൻ ഇത്തരത്തിൽ മൃഗബലി നടത്തി എന്നതാണ് പറയുന്നത്. അത് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച്, ദേവസ്ഥാന സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു നരബലി നടന്നു എന്നതാണ് ഡി.കെ. ശിവകുമാർ പറയുന്നത്. എന്നാൽ അത് കേരളത്തിൽ എവിടെയാണ്, ഇത് എപ്പോഴാണ് നടന്നതിനെ സംബന്ധിച്ച് ഒരു വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവുകളോ ഡി.കെ. പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇത് ആരാണ് നടത്തിയതെന്നും ആരാണ് ചെയ്യിപ്പിച്ചതെന്നും തനിക്കറിയാം എന്നതാണ് ഡി.കെ. പറയുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, ഇതാരാണ് ചെയ്യിപ്പിച്ചത്, രാഷ്ട്രീയ എതിരാളികളാണോ, ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീട് പറയാം എന്നതാണ് ഡി.കെ. പറഞ്ഞത്. നിലവിൽ ആ ആരോപണം മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഒരു ദേവസ്ഥാനത്തിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ മൃഗബലി നടന്നു എന്ന തരത്തിലാണ്. അത് ആടുകൾ, അതോടൊപ്പം പന്നികൾ, പോത്തുകൾ ഉൾപ്പെടെ ഈ മൃഗബലി ചെയ്തു, അതിന് മൃഗബലി നൽകി എന്ന തരത്തിലാണ് ഡി.കെയുടെ പ്രതികരണം എന്തായാലും വന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും ഇതിലൊരു അവ്യക്തത നിൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വരുത്തേണ്ടത് ഡി.കെ. ശിവകുമാർ തന്നെയാണ്. ഇത് കേരളത്തിൽ എവിടെ വെച്ച് നടന്നു, ഏത് ദേവസ്ഥാനത്തിന് സമീപത്ത് എവിടെയാണ് സ്ഥലം എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ അദ്ദേഹം പുറത്തുവിടുമോ എന്ന കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. അരുൺ പൂപ്പറമ്പ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ രാഷ്ട്രീയ എതിരാളികൾ പാർട്ടിക്കകത്തോ പുറത്തോ? വേണു, തീർച്ചയായും അത് കൃത്യമായ ഒരു വ്യക്തമായ അത് ഡി.കെ. പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ എതിരാളികൾ എന്ന തരത്തിലാണ് ഡി.കെയുടെ പ്രതികരണം. അതായത് കർണാടകയിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അത് രാഷ്ട്രീയ എതിരാളികളാകാം എന്ന തരത്തിലാണ് പ്രതികരിച്ചത്. അത് വീണ്ടും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ആരാണെന്ന്, ഇത് സ്പെസിഫിക്കായി ആരാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീട് പറയാം എന്നതാണ് പറയുന്നത്. എന്തായാലും ഒരു അത്തരത്തിലുള്ള ആരോപണമാണ് അദ്ദേഹം, ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ വെച്ച് നടന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. അതായത് കേരളത്തിൽ വെച്ച് ഇത്തരത്തിലൊരു മൃഗബലി നടന്നു, അത് എവിടെ വെച്ച് നടന്നു, എങ്ങനെ നടന്നു, ആരാണ് ചെയ്യിപ്പിച്ചതെന്നുൾപ്പെടെ തനിക്കറിയാം, അത് പിന്നീട് അറിയിക്കാം എന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവുകൾ പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു ആരോപണം കൂടിയാണ് ഡി.കെയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണു, ശരി. അരുൺ തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ. രാഹുൽ ഈശ്വർ, ഡി.കെ. ശിവകുമാറിന്റെ ആരോപണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അറിയാവുന്നതുപോലെ 99.99% ആൾക്കാരും നമ്മൾ ഈ ആഭിചാരവടം, നെഗറ്റീവ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. എല്ലാം ചെയ്യുന്നത് പോസിറ്റീവും സാത്വിക പൂജാ രീതികളാണ്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഈ വാർത്ത വന്നപ്പോൾ തന്നെ കണ്ണൂരിലെ 1-2 പേരോട് വിളിച്ച് ചോദിച്ചിരുന്നു, ശ്രീ ഡി.കെ. ശിവകുമാറിനെ പോലെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് പറയുമ്പോൾ എന്തെങ്കിലും തെളിവോ കൂടുതൽ ഡീറ്റെയിൽസോ ഒക്കെ നൽകണമെന്നുണ്ട്. മൃഗബലിയൊന്നും ഇല്ല തന്നെ. മൃഗബലിയൊക്കെ പണ്ടൊരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ മൃഗബലിയും നിരോധിച്ചിട്ടുണ്ട്. പണ്ട് കാലം പോലും ഈ സാത്വിക പൂജാ രീതികളാണ് വലിയൊരു ശതമാനം പിന്തുടരുന്നത്. കള്ളും മദ്യവും മൃഗവും ഒക്കെ വളരെ വളരെ നോമിനലായ ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം അദ്ദേഹം ഇത് എല്ലാവരെയും ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തരുത്. ആഭിചാര ക്രിയകളും പ്രത്യേകിച്ച് അഘോരികൾ എന്ന വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലൊക്കെ അഘോരികളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അഘോരികൾ പൊതുവെ ഒരു ഉത്തരേന്ത്യൻ ഫിനോമിനാണ്. അങ്ങനെ അഘോരികളൊക്കെ കേരളത്തിൽ ഉള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തെ പോലെ വലിയൊരു നേതാവ് എന്താ ഇത് പറയുന്നതെന്ന് ഒരു അത്ഭുതം തോന്നുന്നു. പക്ഷേ കൂടുതൽ വിശദീകരണം അദ്ദേഹം തന്നെ നൽകണം. എന്തായാലും കേരളത്തിൽ നമ്മുടെയൊക്കെ പരിമിതമായ അറിവിലും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഇത്തരം പൂജാ രീതികൾ എന്ന് പിന്തുടരുന്നവർ വളരെ കുറവാണ്. ഇന്ന് മാത്രമല്ല, ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ സാത്വിക പൂജാ രീതികളാണ് പൊതുവെ അമ്പലവുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് അമ്പലവുമായി ബന്ധപ്പെട്ട 100% ആൾക്കാരും പിന്തുടരുന്നത്.
രാഹുൽ, ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ദേവസ്ഥാനത്തിന് സമീപം ഇത് നടന്നുവെന്നാണ് DK പറയുന്നത്. അത്തരം പ്രവർത്തികൾ, കർമ്മങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് നടക്കുന്നത് എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് ക്ഷേത്രം പലപ്പോഴും ഉണ്ടാകുന്നത് സാത്വിക പൂജാരീതികളും പൊതുവെ നമ്മുടെ ബ്രാഹ്മണരും നമ്പൂതിരിമാരുമാണ് പലപ്പോഴും താന്ത്രിക വിദ്യയും പൂജയും ചെയ്യുന്നത്. ഈ താന്ത്രിക കാര്യങ്ങൾക്ക് നെഗറ്റീവ് എനർജി പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും മൃഗബലി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ അമ്പലങ്ങളിൽ ചെയ്യാറില്ല. 1-2% പ്രത്യേകിച്ച് നോർത്ത് കേരളയിലെ അമ്പലങ്ങളിൽ പഴമയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. ബംഗാളിൽ ചില സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട്. ശാക്തേയ പൂജാരീതികളെ പിന്തുടർന്ന് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ വിരളം മാത്രമാണ്. ഈ ഒരു 3-4 വർഷം മുമ്പ് സമാനമായ ഒരു സംഭവം നടന്നപ്പോൾ അവിടെയൊക്കെ ഞാനടക്കമുള്ള ആൾക്കാർ പോയി അവരോട് വളരെ താഴ്മയെ അഭ്യർത്ഥിച്ചു, ഇനി സിംബോളിക് ആയിട്ട് മാത്രം മതി ആടിനെയൊക്കെ ബലി കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരു സിംബോളിക് കാര്യങ്ങളിലേക്ക് ഒതുക്കണം, പഴയ രീതിയിലല്ല എന്നുള്ളത്. അതുകൊണ്ട് മൃഗബലിയൊക്കെ കേരളത്തിൽ നടന്നു എന്ന് അദ്ദേഹത്തെ പോലും ഹോം മിനിസ്റ്ററും വളരെ സീനിയർ ലീഡറും അത്രയും പ്രൊഫൈലുള്ള ലീഡർ പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. എന്തായാലും കേരളത്തിൽ ലഭ്യമായ അറിവുകളിൽ അതില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ പൂജിച്ച ചരട് ഉള്ളതിനാൽ ഇതൊന്നും ബാധിക്കില്ല, കുറെയൊക്കെ സിംബോളിക് ആയിട്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു. ഈ പൂജ പോലുള്ള വാക്കുകളെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത്. പൂജ പോസിറ്റീവാണ്. യാഗവും യജ്ഞവും ഹോമവും ഹവിസും പൂജയും ഒക്കെ പോസിറ്റീവാണ്. ആഭിചാര ക്രിയകൾ ഇത് ചെയ്യുന്നവരൊരിക്കലും ചെയ്യാത്തൊരു കാര്യവുമാണ്. അപ്പോ സാത്വിക പൂജാരീതികളെ പിൻപറ്റുന്നവരാണ് നമ്മുടെ പൂജാരി വിഭാഗങ്ങളിൽ, ബ്രാഹ്മണ വിഭാഗങ്ങളിൽ, നമ്പൂതിരി വിഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഈ പൂജ പഠിച്ച ഒരുപാട് വ്യത്യസ്ത സമുദായങ്ങളിൽ വന്നവർ ചെയ്യുന്നത്. അതും രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 1000 വർഷത്തിലോ 2000 വർഷമോ ലെഗസി ഉണ്ടെന്നൊക്കെ പറയുന്നതാണ്. ശത്രുഭൈരവി യാഗം നടത്തുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പഞ്ചബലി നടത്തി എന്ന് പറയുന്നു, 5 മൃഗങ്ങളുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കിട്ടിയത്? ശ്രീ DK ശിവകുമാറിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ? ഇങ്ങനെ നടന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് എന്തെങ്കിലും ഫേവർ എടുക്കാൻ നോക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ തോന്നുന്നില്ല. അതായത് കേരളത്തിലെ പൂജാരിമാർ പൊതുവെ അത്തരം ക്രിയകൾ, നെഗറ്റീവ് ക്രിയകൾ ചെയ്യാറില്ല. പണ്ടും ചെയ്യാറില്ല, ഇപ്പോഴും ചെയ്യാറില്ല. രാഹുൽ, ഒറ്റ വാക്കിൽ മറുപടി. ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് രാഹുൽ കരുതുന്നത്? ഇങ്ങനൊരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ തുലോം വിരളമാണ്, ഇല്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നന്ദി രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. ഇപ്പോൾ കേരള യുക്തിവാദി സംഘത്തിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാറും ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ DK ശിവകുമാറിന്റെ ഈ പറയുന്ന ആരോപണത്തെ യുക്തിവാദി സംഘം എങ്ങനെയാണ് കാണുന്നത്? ഈ കർണാടകത്തിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മൃഗബലി നടന്നിരിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്. നമ്മൾക്കറിയാം, അവിടെ എച്ചിലിലയിൽ ഉരുളുന്ന ആചാരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കർണാടകം എന്ന് പറയുന്നത്. അപ്പോ ജന്തുപക്ഷി ബലി കേരളത്തിൽ 1967 തന്നെ നിയമം മൂലം അന്നത്തെ 2ാം EMS സർക്കാർ നിരോധിച്ചിട്ടുള്ളതാണ്. അത് പിന്നീട് വളരെ എഫക്റ്റീവായിട്ട് അത് പിന്നീട് നടപ്പിലാവുകയും ചെയ്തു. സമാനമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നിയമമൊന്നും കർണാടകയിൽ പൊതുവെ നിലവിലില്ല. എന്നാൽ പോലും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് തന്നെ നടപടി എടുക്കാവുന്നതാണ് കാര്യത്തിലൊക്കെ തന്നെ. തീർച്ചയായിട്ടും കർണാടകത്തിലെ പല ഉൾഭാഗങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള ഈ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, അനാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം. പ്രത്യേകിച്ച് അവിടെ പ്രൊഫസർ നരേന്ദ്രൻ നായക്, അദ്ദേഹം മംഗളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദക്ഷിണ കന്നഡ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റും ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിക്കുന്ന ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ ചെയർമാനൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹമൊക്കെ തന്നെ ആ രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പണ്ട് ഗണപതി പാല് കുടിച്ചപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിനൊക്കെ മർദ്ദനമേറ്റിട്ടുള്ള ഒരു പ്രൊഫസർ കൂടിയാണ് നരേന്ദ്രൻ നായിക്. അദ്ദേഹമൊക്കെ പറയുന്നത് ഇത് ഞങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല, പക്ഷെ ഇതുപോലും ഇതുപോലുള്ള ആചാരങ്ങൾ വളരെ നടക്കുന്നുണ്ട്. കർണാടകയുടെ അധികം ഉൾപ്രദേശത്തല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ആചാരങ്ങളും മൃഗബലികളൊക്കെ സാധാരണമായി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. നന്ദി അഡ്വക്കേറ്റ് അനിൽകുമാർ പ്രതികരിച്ചതിന്. ഇപ്പോൾ യോഗക്ഷേമ സഭാ പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടും പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അക്കീരമൺ, ഈ DK ശിവകുമാറിന്റെ ആരോപണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുള്ളതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനത് കേട്ടപ്പോൾ അതിശയിച്ചു പോയി. കാരണം ഈ നമ്മുടെ ശാസ്ത്രത്തിൽ ഞങ്ങൾ 30-40 വർഷമായിട്ട് പൂജ രംഗത്തുള്ള ആൾക്കാരാണ്, താന്ത്രിക വിഷയങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മൾ കേട്ടിട്ടില്ല. മാത്രമല്ല, ഇവരൊക്കെ കഴിഞ്ഞ എലന്തൂർ നരബലി എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളിൽ പോലും പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആചാരങ്ങളാണ്, ഇങ്ങനെയുള്ള പ്രാകൃതമായ ആചാരങ്ങൾ നമുക്ക് ഉണ്ടെന്നൊക്കെയാണ്. ഇത് വെറുതെ പറയുന്ന ഒരു ചണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടിക്കാൻ വേണ്ടി ആരെങ്കിലും അത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 40 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നും ഇല്ല. ഇതൊക്കെ മനുഷ്യനെ കബളിപ്പിക്കാൻ, പണം നേടാൻ വേണ്ടിയുള്ള വല്ലതും ചെയ്തെങ്കിൽ, ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ അദ്ദേഹത്തിനോട് പണം വാങ്ങിക്കാൻ വേണ്ടി ചെയ്ത പോലൊക്കെ എനിക്ക് തോന്നുന്നു. ഈ ശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല. ഇതിനകത്ത് ഹിന്ദുക്കളുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളിലോ ഒന്നും തന്നെ
നരബലി ഇതൊക്കെ ചുമ്മാ പ്രാകൃതമായ കുറെ കഥയുണ്ടാക്കുകയാണ്. ഇതൊന്നും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നുമല്ല. ഈ കർമ്മങ്ങളൊക്കെ തന്നെ ലോകശാന്തിക്കും സമാധാനത്തിനും നല്ലത് വരാൻ വേണ്ടിയുള്ളത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ അമിതമായിട്ടുള്ള സാമ്പത്തിക മോഹം കൊണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കൊണ്ടോ ചിന്തിച്ചു മാനസിക പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാൻ തോന്നുന്നു, ഇത് ഒരിക്കലും ശാസ്ത്രത്തിലുള്ളതല്ല. ഇത് ചുമ്മാതെ അത് ആൾക്കാരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. തന്ത്രശാസ്ത്രത്തിലോ അല്ലെങ്കിൽ മന്ത്രശാസ്ത്രത്തിലോ ഒന്നും തന്നെ ഇത്തരം അനുഷ്ഠാനങ്ങളില്ല എന്നുള്ളതാണ്. പിന്നെ അതിനൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വാസ്തവം പറയാൻ നമ്മൾ നിരോധിച്ച ഏർപ്പാടുകൾ. അങ്ങനെ ശാസ്ത്രത്തിലുള്ളതൊന്നും അല്ല ഇത്. അപ്പം പിന്നെ നിരോധിക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശാസ്ത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇതൊക്കെ ഒരുമാതിരി ഈ പോലീസുകാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. പല വാർത്തകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇതൊന്നും ഈ ആൾക്കാരുടെ അമിതമായ സാമ്പത്തിക മോഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളായിട്ട് ഇതിനെ കാണാൻ ശാസ്ത്രത്തിലൊന്നും ഇതില്ല എന്നാണ് സത്യം. അപ്പൊ ശിവകുമാർ അദ്ദേഹത്തിന് പറ്റിയൊരു അദ്ദേഹത്തിന് എന്തെങ്കിലും ധാരണപ്പറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസ വെച്ച് അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചെയ്തിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഒരിക്കലും ഹൈന്ദവ ക്ഷേത്ര സംസ്കാരത്തിലോ ശാസ്ത്രത്തിലോ ഒന്നും ഇങ്ങനെയുള്ളതില്ല എന്നുള്ളതാണ് സത്യം. ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ട് അതൊരു ചൂഷണമാണെന്ന് കൂടെ ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയും. നന്ദി ശ്രീ അക്കീരമൺ പ്രതികരിച്ചതിന്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, ഈ DK ശിവകുമാർ ഇങ്ങനൊരു ശത്രു സംഹാര യാഗം നടന്നുവെന്ന് മാത്രമല്ല, അതിൽ ഏതൊക്കെ മൃഗങ്ങളെ ബലി കൊടുത്തിരിക്കുന്നു അതിൻ്റെ എണ്ണമടക്കം പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും വാസ്തവം ഇതിലുണ്ട് എന്ന് തന്നെയാണോ കരുതേണ്ടത്? കൂടാതെ ഈ പറയപ്പെടുന്ന ക്ഷേത്രം കർണാടകത്തിലെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ അധികാരവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ അവിടെ സന്ദർശനമൊക്കെ നടത്തിയിട്ടുള്ളതുമാണ്. എന്ത് സൂചനയാണ് കിട്ടുന്നത്? വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഇത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി കാണേണ്ട ഒരു ആരോപണം എന്ന തരത്തിൽ കാണാം. മറ്റൊന്ന് വളരെ ഗൗരവത്തിലുള്ളത്, കേരളത്തിൽ ആണ് ഇത്തരത്തിലൊരു മൃഗബലി നടന്നുവെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള മൃഗബലികൾ ഉൾപ്പെടെ നടക്കുന്നുണ്ടോ എന്ന വലിയൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല. അദ്ദേഹം അതിനെ വളരെ വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലൊരു മൃഗബലി നടന്നു, അത് കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ അസ്ഥിരപ്പെടുത്താൻ ഇത്തരത്തിലൊരു സംഭവം നടന്നു, അതിൻ്റെ വിവരങ്ങൾ തൻ്റെ കയ്യിലുണ്ട്. അത് രാജരാജേശ്വരി ക്ഷേത്രം എന്ന അതിൻ്റെ ഒരു ദേവസ്ഥാനത്തിന് സമീപത്ത് വെച്ച് അങ്ങനെ ഒരു ആ ക്ഷേത്രത്തിൻ്റെ പേര് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അതായത് മൃഗബലി നടത്തുന്ന മൃഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, അങ്ങനെ ഇതിനെപ്പറ്റി വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇതാര് നടത്തി, ആര് ചെയ്യിപ്പിച്ചു എന്ന കാര്യത്തിലും തനിക്ക് വ്യക്തതയുണ്ട്. അത് നിലവിൽ ഇപ്പോൾ പറയുന്നില്ല. അത് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, അത് ആരാണ് ചെയ്തത്, ഇത് രാഷ്ട്രീയ എതിരാളികളാണോ, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം വളരെ കൗതുകത്തോടെ തന്നെ മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതിൽ ഒരു വ്യക്തത നൽകിയില്ല. അത് തന്നെയാണ് ഇതിൽ നിലവിലിപ്പോഴുള്ള അനിശ്ചിതത്വം. അതായത് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് അതിൽ കൃത്യമായ തെളിവ്, അതിൻ്റെ കൃത്യമായ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹം തന്നെയാണ് അതിലൊരു ഒരു വ്യക്തത വരുത്തേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നുമുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. അത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല, അതിൻ്റെ വിശദമായി അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം അത് ആര് ചെയ്യിപ്പിച്ചു, എവിടെ നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ പിന്നീട് അതിൽ വ്യക്തത വരുത്തുമെന്നും കൂടി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.